2 മാസത്തെ നീട്ടിവെപ്പിന് ശേഷം ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. അത് ഈ തീരുമാനം ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കേസ് നീട്ടിവെച്ചതെന്നുള്ള ഉത്തരവും ഇന്ന് കോടതിയിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയും കേസ് നീട്ടിവെച്ചത് എന്നതിന് ഇവർ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രമാദമായ കേസാണ്, വലിയ കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഈ കേസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൈ ലോഡ് ഞാൻ ഇത്രയും സമയം നീട്ടിവെച്ചിരിക്കുന്നത്. 7 പ്രാവശ്യം നീട്ടിവെച്ചത്, 2 മാസം നീട്ടിവെച്ചത് ഞാൻ ഈ കേസ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഇത് ഒരുമാതിരി ചിരിയായിരുന്നു, ആക്കി ചിരി. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇത് മാത്രമല്ല, ഇപ്പം കുറേ FIR ഉണ്ട്, അതുകൊണ്ട് ഈ FIR മാത്രം ക്വാഷ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ മനസ്സിലായി. മാത്രമല്ല, ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, CBI ഏറ്റെടുത്ത്. അതുകൊണ്ട് ഇത് ഇനിയിപ്പം ബാധിച്ചിട്ടോ ഇല്ലെങ്കിൽ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് നമ്മളിത് വിഡ്രോ ചെയ്യുകയാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി ചോദിച്ചു, ഇത് കഴിഞ്ഞ ദിവസമല്ലേ CBI ഏറ്റെടുത്തത്, അതിന് മുമ്പേ നിങ്ങൾക്ക് വാദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു? അല്ല, ഇത് മാർച്ചിലേ ഇത് CBI കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താണല്ലേ ഇതൊക്കെ? ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കേസ് ഇവർ വാദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാം നീട്ടിവെച്ച് അവസാനം പിൻവലിച്ച് ഓടുന്നതാണ് കണ്ടത്. എന്നിട്ടും ഈ കമ്പനിയെ വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാർ. വേറെ വാക്കുകൾ ഉപയോഗിക്കാൻ അറിയായിട്ടില്ല, പക്ഷേങ്കിൽ അത് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഇതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് അയ്യൂബ് ഖാൻ വരുമായിരിക്കും. ഉളുപ്പില്ലാത്ത അയ്യൂബ് ഖാൻ വരുമായിരിക്കും. നമ്മൾ ഇനിയിപ്പം CBIക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വരുമായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇവരുടെ 2 മാസമായി നീട്ടിവെച്ചിരിക്കുന്ന കേസ് പിൻവലിച്ചു ഓടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പം ഇവരുടെ കേസ് ഒരു കേസും തന്നെ നിലവിലില്ല. 15-ാം തീയതി സുഗമമായിട്ട് ഇവരുടെ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് പിന്നെ ബഡ്സിൻ്റെ കോടതിയിൽ നടക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ബൈ.